ഹലോ, അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോവയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കടുക് വറുക്കണം. ഇരുമ്പേട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറുത്തിട്ടുണ്ട്. കടുക് വറുത്തതിലേക്ക് നമുക്ക് കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കണം. കോവയ്ക്ക ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൽ വേകാനായിട്ട് ഉപ്പ് ആവശ്യമാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിനെ നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. കോവയ്ക്ക എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കോവയ്ക്ക കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. ഇത് വെന്ത് വരണം. വെന്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിനെ നല്ലപോലെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.